ഹലോ നമസ്കാരം. ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദ്യം എനിക്കറിയില്ലായിരുന്നു. അപ്പം നമ്മളിന്ന് പോകുന്നത് സക്കീത്ത് മാൾ കാണാൻ വേണ്ടിയിട്ടാണ്. അത് മാളത്തിയ നഗറിലാണ്. അത് പറഞ്ഞില്ല, അവിടുത്തെ മെട്രോയിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് പോകാനായിട്ട്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ മാസ്ക് എടുക്കുന്ന കാര്യം കൊടുക്കുകയും ചിന്തിച്ചത്. എന്തായാലും പറഞ്ഞിട്ട് നല്ല ഡസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂച്ചു വണ്ടി കാറ്റ് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്തും. ചൂച്ചു വണ്ടി വരുന്ന തൊട്ട് മുന്നുള്ള ഒരു പ്രത്യേക ഒരു വീഡിയോഗ്രാഫിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടെന്നുള്ള ഭാവത്തിൽ ആ പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ, അവിടം വരെയുള്ള പോക്കുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് നമ്മൾ ബോർഡില്ല നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ പറയണേ, വലത്തോട്ടാണോ അതോ ഇടത്തോട്ടാണോ, വലത്തോട്ടാണോ എന്നൊരവസ്ഥയിലായി. ഫൈനലി നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. ഞങ്ങൾ വന്നത് കുറച്ച് ബാക്കിലായിപ്പോയി. അപ്പം ബാക്കിൽ കൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അറിയാത്ത ഒരു ടെക്നിക്ക് അവിടെ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാർക്ക് എന്ന് പറയുന്നത്. അത് അറിഞ്ഞിട്ടില്ല, കാണാതെ പോവാണ്. ഇതാണ് അവിടുത്തെ ഒരു എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ, കാരണം തണുപ്പും വെയിലും കൂടെ ചേർന്നൊരു സമയമായതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കാനുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട് നല്ല താമസിക്കും. ഭയങ്കര കോൾഡാവും. അപ്പോൾ
ഒരാളിരിപ്പുണ്ട്. ആരമ്മോ? ഇതാണ് മാളിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുന്നിടത്ത് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതുപോലെ പല പല ഷോപ്പുകളൊക്കെ കാണുന്നത്. നല്ല തിരക്കുണ്ട്. എനിക്കൊന്ന് പുറത്തും നല്ല തിരക്കുണ്ട്, അകത്തും നല്ല തിരക്കുണ്ട്. പക്ഷേ ഇത് ഫുള്ള് കണ്ടു തരാൻ പറ്റില്ല. ഇതിന് നിറയെ കാണാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പിലും കയറി നമുക്ക് അത്രയും നേരം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. കാരണം ഇനിയിപ്പം നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ. അപ്പം നമുക്ക് വേഗം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോനെ ഏട്ടാ പിടിച്ചോണേ, ഒറ്റയ്ക്ക് വിടണ്ട. പറയപ്പോ ആ ഇറക്കി വിടാൻ നേരത്തെ പിടിക്കാം. അല്ല അവിടെ ഇരുത്തിയിട്ട് വാ, ഞാൻ ഇവിടെ പിടിക്കാം. ഇരി ഇറങ്ങരുത്. നിൽക്കുമ്പോൾ ഫോൺ. അയ്യോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ മെട്രോയുടെ അടുത്തെത്തി. അവിടെ നമ്മൾ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.